ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കൗമാരക്കാരിൽ വാഹനങ്ങളോടുള്ള അഭിനിവേശം ജനിപ്പിക്കുന്നത് രക്ഷിതാക്കളാണ്. മരണത്തിന്റെ കൈകളിലേക്ക് മടങ്ങിയ മക്കളെ ഓർത്ത് തീരാ ദുഃഖവും പേറി ജീവിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണവും കൂടുകയാണ്. മക്കൾക്കു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന രക്ഷിതാക്കൾ ഒന്നോർക്കുക, നിങ്ങളുടെ സമ്മാനങ്ങൾ അവന് മരണത്തിലേക്കുള്ള വഴിയൊരുക്കാൻ കാരണമാവരുത്. പ്രധാന വാർത്തകളിലേക്ക്. അണിമ എന്ന വനിതാ അഭിഭാഷക ഫേസ്ബുക്കിൽ എഴുതിയ അഭിപ്രായം എല്ലാ വനിതാ അഭിഭാഷകരെയും മ്ലേച്ഛമായി ചിത്രീകരിക്കുന്നതാണെന്ന് കോഴിക്കോട് ബാറിലെ വനിതാ അഭിഭാഷകർ. റോഡ് അപകടങ്ങളിൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിയുന്നതിന് പിന്നിലെ യഥാർത്ഥ പ്രതികൾ രക്ഷിതാക്കൾ. കുട്ടികളെ റോഡിലേക്ക് കയറിവിടുന്ന രക്ഷിതാക്കൾക്കെതിരെ നടപടി വേണം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമായ തൈപ്പൂയത്തോടനുബന്ധിച്ച് ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. വാർത്തകൾ വിശദമായി. അണിമ എന്ന ജൂനിയർ അഭിഭാഷകയ്ക്കെതിരെ കോഴിക്കോട് ബാർ അസോസിയേഷൻ എടുത്ത നടപടിയെ പിന്താങ്ങുന്നതായി വനിതാ അഭിഭാഷകർ പറഞ്ഞു. അണിമ ഫേസ്ബുക്കിൽ എഴുതിയ അഭിപ്രായം എല്ലാ വനിതാ അഭിഭാഷകരെയും വളരെ മ്ലേച്ഛമായി ചിത്രീകരിക്കുന്നതാണെന്നും അവർ വ്യക്തമാക്കി. ഒരു വ്യക്തി എന്ന നിലയ്ക്കും അഭിഭാഷക എന്ന നിലയ്ക്കും സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അണിമയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അഭിഭാഷക സമൂഹത്തെ ആകെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് സ്വതന്ത്രമായി അംഗീകരിക്കാനാവില്ല. ഫേസ്ബുക്കിൽ അഭിപ്രായം പറഞ്ഞതിനു ശേഷം വന്ന പ്രതികരണങ്ങൾക്കൊന്നും അവർ കൃത്യമായി മറുപടി നൽകിയില്ല. ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ച മുതിർന്ന അഭിഭാഷകയോടും അണിമ കയർത്തു സംസാരിച്ചു. ബാർ അസോസിയേഷൻ നൽകിയ വിശദീകരണ നോട്ടീസിനും പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകി. ബാർ അസോസിയേഷൻ നടത്തുന്ന അന്വേഷണത്തിൽ സഹകരിച്ചില്ല. അന്വേഷണത്തിന് ഹാജരാവാതെ സംഘടനയുടെ ബൈലോ ലംഘിച്ചതിനാലാണ് ബാർ അസോസിയേഷൻ അണിമയെ ജനുവരി 31 വരെ സസ്പെൻഡ് ചെയ്തതെന്നും ബാർ അസോസിയേഷന്റെ നടപടിയെ വനിതാ അഭിഭാഷകരെന്ന നിലയിൽ തങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും AM ശാലീന, P ജോത്സ്ന, VM ലീലാവതി, VC ഗീതാമണി എന്നിവർ പറഞ്ഞു. പറഞ്ഞിരിക്കുന്ന സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് പെണ്ണുങ്ങളെ പെങ്ങളാക്കിയും കാമുകിയാക്കിയും കെയർ ചെയ്ത് കീപ്പ് ചെയ്ത് നശിപ്പിക്കുന്ന പഴയ രീതിയാണ് അവരിപ്പോഴും പിന്തുടരുന്നത് എന്നാണ്. ഞങ്ങളാണ് അവിടെയുള്ള അഭിഭാഷകർ. ഏറ്റവും പ്രായം ചെന്ന മലബാറിലെ തന്നെ സീനിയറായിട്ടുള്ള അഭിഭാഷകർ മുതൽ കഴിഞ്ഞ ദിവസം ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകർ വരെയുണ്ട്. ഞങ്ങളെങ്ങനെ ആരും ഇത്തരത്തിൽ കെയർ ചെയ്യുകയോ കീപ്പ് ചെയ്തോ വഹിക്കുകയോ ചെയ്യുന്നില്ല. അപ്പം ആ ഒരു വസ്തുത ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട ഒരു അവസ്ഥ വരുത്തിയ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. റോഡപകടങ്ങളിൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിയുന്നതിന് പിന്നിലെ യഥാർത്ഥ പ്രതികൾ രക്ഷിതാക്കൾ തന്നെ എന്നതിൽ യാതൊരു സംശയവുമില്ല. ലൈസൻസ് എടുക്കാതെ വാഹനങ്ങൾ പഠിപ്പിച്ച് റോഡിലേക്ക് കയറിവിടുന്ന രക്ഷിതാക്കൾക്കു നേരെ വേണം നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്നാലേ കുട്ടി ഡ്രൈവർമാരുടെ വിളയാട്ടത്തിന് ഒരു പരിഹാരമാകൂ. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണമടഞ്ഞ മുഹമ്മദ് ലബീബിന്റെ പിതാവടക്കമുള്ളവർക്കുള്ള പാഠമാണിത്. എന്തിനാണ് കുരുന്നുകളെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള അവസരമൊരുക്കി കൊടുക്കുന്നത്? പഠിച്ചു വളർന്ന് പറക്കമുറ്റാനുള്ള പ്രായത്തിൽ മരണത്തിന്റെ കൈകളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നതിൽ രക്ഷിതാക്കൾക്കും നല്ലൊരു പങ്കുണ്ട്. ലൈസൻസ് എടുത്ത് വാഹനമോടിക്കുന്ന പ്രായമാകുന്നതിനു മുൻപ് കുട്ടികളെ എന്തിനാണ് നിങ്ങൾ വാഹനമോടിക്കാൻ പഠിപ്പിക്കുന്നത്? ഇരുചക്ര വാഹനങ്ങൾ മാത്രമല്ല 4 ചക്ര വാഹനങ്ങൾ വരെ പഠിപ്പിച്ചാണ് ഇവരെ നിരത്തിലിറക്കുന്നത്. റോഡ് നിയമങ്ങളും മറ്റും സ്വായത്തമാക്കാതെ പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ റോഡിൽ കാട്ടിക്കൂട്ടുന്ന മരണക്കളികൾക്കെതിരെ പ്രതികരിച്ചാൽ ഇവരെ കയ്യേറ്റം ചെയ്യുന്ന രക്ഷിതാക്കളാണ് ഉള്ളത്. പലപ്പോഴും തങ്ങളുടെ ജോലി ലഘൂകരണത്തിന് വേണ്ടി കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഡ്രൈവർമാരാക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. ചെറുപ്പത്തിൽ തങ്ങൾക്ക് കഴിയാതെ പോയത് തങ്ങളുടെ മക്കൾക്ക് ലഭിക്കണമെന്ന ചിന്തയാണ് ഈ പഠനത്തിന് പിന്നിലെങ്കിൽ ഓരോ രക്ഷിതാവും ചിന്തിക്കണം. ജീവൻ കൊടുത്തവർക്ക് ജീവിതമെടുക്കാനുള്ള അവകാശമില്ലെന്ന്, പ്രത്യേകിച്ച് തങ്ങളുടെ മക്കളുടെ. സജീഷ് കുമാർ തറയിൽ, ന്യൂസ് ഡെസ്ക്. സുബ്രഹ്മണ്യ ഭഗവാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം സംഘടിപ്പിച്ചു. ശരവണ മന്ത്രങ്ങളുമായി 10,000ങ്ങളാണ് ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്നത്. പഞ്ചാമൃതാഭിഷേകം അടക്കമുള്ള പ്രത്യേക പൂജകളും നടന്നു.
സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമായ തൈപ്പൂയത്തോടനുബന്ധിച്ച് ജില്ലയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയം വിവിധ പൂജകളോടുകൂടി നടന്നു. തൈപ്പൂയത്തോടനുബന്ധിച്ച് സുബ്രഹ്മണ്യ കുമാരപൂജയും ഷൺമുഖപ്രിയ ചൊവ്വ പൂജയും നടന്നു. രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം രുദ്രാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ഭസ്മാഭിഷേകം എന്നിവയ്ക്ക് ശേഷം മഹാനിവേദ്യം, മഹാദീപാരാധന എന്നിവയും നടന്നു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പുലർച്ചെ മഹാഗണപതി ഹോമത്തെ തുടർന്ന് നവകം പഞ്ചഗവ്യാഭിഷേകം, പ്രഭാതപൂജ, ഉഷപൂജ, രാവിലെ മയിൽവാഹന എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച മയിൽവാഹന എഴുന്നള്ളിപ്പ് രാത്രി 8 മണിയോടെയാണ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയത്. ദീപാരാധന, ഭജന, അഭിഷേകങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. മയിൽവാഹന എഴുന്നള്ളിപ്പ് രാവിലെ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രം റോഡ്, ബാങ്ക് റോഡ്, YMCA ക്രോസ് റോഡ്, കുനിയിൽക്കാവ് റോഡ്, മുത്തപ്പൻകാവ് റോഡ്, പഞ്ചമ സ്കൂൾ റോഡ്, വയനാട് റോഡ്, കണ്ണൂർ റോഡ്, ഗാന്ധി റോഡ്, കാട്ടുപറമ്പത്ത് റോഡ്, ജോസഫ് റോഡ്, ചെറുട്ടി റോഡ്, കുരിയൽ ഇടവഴി, അരവിന്ദ് ഘോഷ് റോഡ്, PT ഉഷ റോഡ്, കണ്ണൂർ റോഡ്, മാനാഞ്ചർ റോഡ്, പാവമണി റോഡ്, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം റോഡ് വഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. തൈപ്പൂയ ആഘോഷ കമ്മിറ്റി കൺവീനർ ബാലകൃഷ്ണൻ പണിക്കശ്ശേരി, ജനറൽ സെക്രട്ടറി IP പുഷ്പരാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പറയഞ്ചേരി തറമൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പുലർച്ചെ ഗണപതി ഹവനം, വിശേഷാൽ അഭിഷേകങ്ങൾ, ഉഷപൂജ, കുട്ടികളുടെ കാവടി പ്രദർശനം, ദീപാരാധന, പ്രസാദ വിതരണം എന്നിവയുമുണ്ടായിരുന്നു. ചെറുവണ്ണൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൈപ്പൂയ മഹോത്സവം സംഘടിപ്പിച്ചു. മഹാഗണപതി ഹോമം, പ്രത്യേക പഞ്ചാമൃതാഭിഷേകം, താന്ത്രിക കർമ്മങ്ങൾ, നാടകം, ആഘോഷവരവ്, നൃത്തനൃത്യങ്ങൾ, ഭക്തിഗാനമേള, ഭജന, പ്രഭാഷണം, കാവടി എഴുന്നള്ളത്ത്, പ്രസാദൂട്ട്, കഥകളി, മയിൽ നൃത്തം, സംഗീത കച്ചേരി, പാടകം, സോപാന നൃത്തം എന്നിവയുമുണ്ടായിരുന്നു. കാവടി എഴുന്നള്ളത്ത് അതിരാളം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. ബേപ്പൂർ BC റോഡ് തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും തൈപ്പൂയത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പഞ്ചാമൃതാഭിഷേകവും ഉണ്ടായിരുന്നു. തൈപ്പൂയ ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ അശോകൻ, ഹരീഷ്, ബബീഷ്, ബിജു, നിബിൻ, തറയിൽ മാധവൻ, തറയിൽ ദാസൻ, തറയിൽ ഭരതൻ, തറയിൽ കൃഷ്ണദാസ്, തറയിൽ ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. മധ്യകാല കവിർഷിയായ കബീറിന്റെ ആശയങ്ങളെ സമ്പുഷ്ടമാക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രാവലിംഗ് ആർട്ടിസ്റ്റ് കളക്ടീവ് നേതൃത്വത്തിൽ കഹേ കബീർ എന്ന പേരിൽ താളവാദ്യ തന്ത്രി ദൃശ്യശില്പം അരങ്ങേറി. മധ്യകാല ചരിത്രത്തെ അധികരിച്ച് കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന കലാകാരന്മാർ ക്യാൻവാസുകൾ ഒരുക്കി. മധ്യകാല കവിഋഷിയായ കബീറിനെ സംഗീത ചിത്ര രംഗാവതരണത്തിലൂടെ ആവിഷ്കരിക്കുന്ന കഹേ കബീർ കോഴിക്കോട്ട് നടന്നു. രാവിലെ 10 മുതൽ ടാഗോർ സെന്ററിംഗ് ഹാളിലായിരുന്നു പരിപാടി. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു കബീർ ആവിഷ്കാരം. കേരളത്തിലും പുറത്തും പ്രവർത്തിക്കുന്ന പ്രസിദ്ധരായ ഇന്ത്യൻ ചിത്രകാരന്മാർ മധ്യകാല ചരിത്രത്തെ അധികരിച്ച് ക്യാൻവാസുകൾ ഒരുക്കി. K. പ്രഭാകരൻ, പ്രദീപ് ചെറിയാൻ, കവിത മുഖോപാധ്യായ, K. ശാന്ത, സുനിൽ അശോകപുരം, E. സുധാകരൻ, KP പ്രഭാത് തുടങ്ങിയവരാണ് ടാഗോർ സ്മാരകത്തിന്റെ പശ്ചാത്തലത്തിൽ ക്യാൻവാസുകൾ ഒരുക്കിയത്. കബീറിന്റെ ദർശനത്തെയും കവിതയെയും മധ്യകാല ഇന്ത്യ ചരിത്രത്തെയും പരിചയപ്പെടുത്തി ഡോക്ടർ TV മധു, ഡോക്ടർ KM അനിൽ, മനോജ് U കൃഷ്ണ, സോണിയ EP, A. അബ്ദുൾ ഗഫൂർ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം കബീറിന്റെ ദോഹകളെ മുൻനിർത്തി ഡോക്ടർ രാമചന്ദ്രൻ മൊകേരി, ശില്പി കൂടിയായ അനിൽ ദയാനന്ദ് എന്നിവരുടെ നാടകങ്ങൾ അരങ്ങേറി. വൈകിട്ട് പ്രസിദ്ധ മൃദംഗ കലാകാരൻ ഹരിനാരായണൻ ആവിഷ്കരിച്ച സംഗീത ശില്പം അരങ്ങേറി. സിത്താറിൽ അഹമ്മദ് ഇബ്രാഹിം, വയലിനിൽ സജി ജോൺ മിൽട്ടൺ, തബലയിൽ നസീർ അഹമ്മദ്, ഫിറോസ് ബാംസുരിയിൽ, ശശി പൂക്കാട്, പുല്ലാങ്കുടിയിൽ പ്രസാദ് പന്നിയങ്കര, ഹാർമോണിയത്തിൽ അമീർ ഷാ എന്നിവരാണ് സംഗീത ശില്പം ആവിഷ്കരിച്ചത്. പണ്ഡിറ്റ് കുമാർ ഗന്ധർവ, ആബിദ പർവീൺ, പണ്ഡിറ്റ് ഭീംസൻ ജോഷി, പണ്ഡിറ്റ് ജസ്രാജ്, റാഷിദ് ഖാൻ തുടങ്ങിയവരുടെ കബീർ ആലാപനങ്ങളാണ് പുനരാവിഷ്കരിക്കപ്പെട്ടത്. പരിപാടിയുടെ പ്രചരണാർത്ഥം കലാകാരന്മാരും കലാപ്രവർത്തകരും കോഴിക്കോട് നഗരത്തിലെ ചരിത്ര ഇടനാഴികളിലൂടെ പ്രതീക്ഷയുടെ നടത്തവും സംഘടിപ്പിച്ചിരുന്നു. കഹേ കബീർ ചെയർമാൻ കോയ മുഹമ്മദ്, ബിപിൻ ബാലകൃഷ്ണൻ, ഹരിനാരായണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് ചേരുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും കലാപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന വേദിയാണ് ട്രാവലിംഗ് ആർട്ടിസ്റ്റ് കളക്ടീവ്. ഇവരുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. റെയിൽവേ നിയമങ്ങൾ പാലിക്കാതെയുള്ള യാത്രക്കാരുടെ തീവണ്ടി യാത്ര അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പാലക്കാട് ഡിവിഷന് കീഴിൽ മാത്രം ഈ വർഷം തുടങ്ങിയ ശേഷം 20-ലധികം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് കണ്ണൂർ സ്വദേശിക്ക് പരിക്കേറ്റു. ഓടുന്ന ട്രെയിനിന്റെ മുകളിലോ ഫുട്ബോർഡിലോ എഞ്ചിന് മുകളിലോ കയറുകയോ ഇരിക്കുകയോ ചെയ്താൽ റെയിൽവേ ആക്ട് 156 പ്രകാരം കേസെടുക്കാനുള്ള അധികാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനും റെയിൽവേ പോലീസിനുമുണ്ട്. ഇത്തരത്തിൽ പിടിക്കപ്പെട്ടാൽ കേസ് ചാർജ് ചെയ്ത് ഇവരെ കോടതിയിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് പരമാവധി 500 രൂപ പിഴയും 3 മാസത്തെ തടവുമാണ് വിധിക്കുന്നത്. ചിലപ്പോൾ 3 മാസത്തെ ജയിൽവാസമോ പിഴ മാത്രമോ ലഭിക്കുകയും ചെയ്യും.
ദിവസേന RPF ഇത്തരത്തിൽ നിരവധി പേരെ പിടികൂടി കേസെടുക്കാറുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും പഠിക്കാത്തവരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കമ്പാർട്ട്മെന്റിൽ കയറിയാൽ വാതിലിനടുത്ത് നിൽക്കുന്നതും ഫോൺ ചെയ്യുന്നതും ചിലർക്ക് ഹോബിയാണ്. മറ്റു ചിലർ ഫോണിൽ സംസാരിച്ച് താഴെ ഫുട്ബോളിൽ ഇരിക്കുകയും ചെയ്യും. ഇതെല്ലാം അപകട സാധ്യത കൂടുതലാണെന്നറിയുന്നവർ തന്നെയാണ് ഈ തെറ്റുകൾ ആവർത്തിക്കുന്നതും. കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്നും വീണ് കണ്ണൂർ സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. സ്റ്റേഷനിലെത്താനായപ്പോൾ ട്രെയിൻ വേഗം കുറച്ചതിനാൽ അപകടത്തിന്റെ തീവ്രത കുറഞ്ഞു. എറണാകുളത്തേക്ക് പോകുകയായിരുന്ന കണ്ണൂർ സ്വദേശി നിസാം വാതിലിനടുത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം. ഇയാളെ കോഴിക്കോട് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ട്രെയിനിന്റെ വാതിലിനടുത്തും ഫുട്ബോളിൽ ഇരുന്നും യാത്ര ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി. ദിവസേന 3 ദിവസങ്ങൾ ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. ഈ വർഷത്തെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി ജനുവരി 19-നും ഫെബ്രുവരി 23-നും നടത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK മോഹൻ അറിയിച്ചു. ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 2,51,316 കുട്ടികൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഭൂമുഖത്തു നിന്നും പോളിയോ രോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടപ്പാക്കുന്നത്. ഇതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി DMO ഡോക്ടർ PK മോഹനൻ പറഞ്ഞു. പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന 2269 പൾസ് പോളിയോ ബൂത്തുകളിലൂടെയാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുക. 56 ട്രാൻസിറ്റ് പോയിന്റുകളും 3 മേള ബസാറുകളും 103 മൊബൈൽ ടീമും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. 5050 വളണ്ടിയർമാർക്കും പരിശീലനം നൽകി. 362 സൂപ്പർവൈസർമാരെ പഞ്ചായത്ത് തലത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകൾ കൂടാതെ സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ പാർലമെന്റ് അംഗം MK രാഘവൻ നിർവഹിക്കും. സിനിമാ താരം സനൂഷ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. അപ്പൊ ഈ പൾസ് പോളിയോ നമ്മൾ വീണ്ടും തുടരുന്നുണ്ട്. കാരണം അടുത്ത രാജ്യങ്ങളിലൊക്കെ നമ്മുടെ തൊട്ട അയൽവക്ക രാജ്യത്ത് ഉള്ളത് കാരണം ഫ്രീ ട്രാവൽ ആയതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വീണ്ടും എപ്പോഴും വേണമെങ്കിലും ഒരു പോളിയോ കേസ് ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പോളിയോ നിർമ്മാർജ്ജന യജ്ഞം തുടരേണ്ടത് വരുന്ന 3 വർഷം കൂടി ഇതേപോലെ തന്നെ തുടരുകയും അതിനുശേഷം പോളിയോ തുള്ളിമരുന്ന് ഒഴിവാക്കിയിട്ട് പകരം ഇഞ്ചക്ഷൻ കൊടുക്കുന്ന അതിലേക്ക് വാക്സിനേഷനിലേക്ക് മാറുകയും. ഹൈസ്കൂൾ വിഭാഗം NCC കേഡറ്റുകളുടെ പരിശീലന ശേഷമുള്ള പരീക്ഷ കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. കോഴിക്കോട് NCC 30th കേരള ബറ്റാലിയനിലെ 4 സ്കൂളുകളിൽ നിന്നായി 200 കേഡറ്റുകൾ പരീക്ഷയിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് കേണൽ SB സിംഗ് നേതൃത്വം നൽകി. NCC കോഴിക്കോട് ഗ്രൂപ്പിലെ 13th കേരള ബറ്റാലിയനിലെ NCCക്ക് കീഴിലുള്ള 4 സ്കൂളിലെ കുട്ടികൾക്കായി സർട്ടിഫിക്കറ്റ് A പരീക്ഷ സംഘടിപ്പിച്ചു. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 4 വിഷയങ്ങളിലായിരുന്നു പരീക്ഷ. മാപ്പിംഗ്, റീഡിംഗ്, വെച്ചിംഗ് ട്രെയിനിംഗ്, ഡ്രില്ലിംഗ് റിട്ടേൺ എന്നിവയായിരുന്നു പ്രധാന വിഷയങ്ങൾ. പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊയിലാണ്ടി, ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യോളി എന്നിവിടങ്ങളിലെ 200 NCC കേഡറ്റുകളാണ് പരീക്ഷയിൽ പങ്കെടുത്തത്.
ലഫ്റ്റനന്റ് കേണൽ SB സിംഗ്, സുബേദാർ മേജർ രഞ്ജിത് സിംഗ്, ഫസ്റ്റ് ഓഫീസർ സുനിൽകുമാർ, സെക്കൻഡ് ഓഫീസർ K സുനിൽ, തേർഡ് ഓഫീസർ ദിനേശൻ എന്നിവർ പങ്കെടുത്തു. പരിശീലനത്തെക്കുറിച്ച് ലഫ്റ്റനന്റ് കേണൽ SB സിംഗ്. I have got 18 schools under my 30 Kerala NCC battalion, जो कि सुल्तान बतेरी से लेके और कोयलैंडी और जो कोझिकोड है उसके अंदर है. बेसिकली जो है ये एग्जाम जो है, ये सर्टिफिकेट एग्जाम जो है वो सिर्फ छोटे बच्चों के लिए यानी स्कूल लेवल पे है, 8th and 9th के लिए. और उसके बाद जो है जब एक बार इनको ये सर्टिफिकेट NCC ഹൈസ്കൂൾ കുട്ടികൾക്ക് 2 വർഷത്തെ പരിശീലനമാണ് നൽകുന്നത്. ഈ പരീക്ഷയിൽ നിന്നും സർട്ടിഫിക്കറ്റ് A ലഭ്യമായാൽ മിലിറ്ററിയിൽ ചേരാനും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേരുന്നതിനും NCC കോട്ട വഴി സാധിക്കും. കൂടാതെ SSLC പരീക്ഷയിൽ 30ഉം നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് 60ഉം ഗ്രേസ് മാർക്ക് ലഭിക്കും. ഇതുകൂടാതെ വിവിധ സ്കോളർഷിപ്പുകളും NCC കേഡറ്റുകൾക്ക് ലഭിക്കും. ലോകത്തെ ഏറ്റവും വലിയ ശ്രീചക്ര മഹാമേരു ബാലുശ്ശേരി തൃക്കുറ്റിശ്ശേരിയിൽ സമർപ്പിച്ചു. പാലക്കാട്ടിലെത്ത് നീലകണ്ഠൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിലാണ് താന്ത്രിക കർമ്മങ്ങൾ നടന്നത്. ഒരു തവണ ശ്രീചക്ര ദർശനം 100 യജ്ഞങ്ങളുടെ ഫലത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. വിവിധ താന്ത്രിക ചടങ്ങുകളോടെ ഉത്സവാന്തരീക്ഷത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ശ്രീചക്ര മഹാമേരു ബാലുശ്ശേരിക്കെടുത്ത തൃക്കുറ്റിശ്ശേരി പാലക്കാട്ടിലെത്ത് സമർപ്പിച്ചു. മഹാകുംഭാഭിഷേകത്തോടുകൂടി നടന്ന സമർപ്പണ ചടങ്ങിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. പുലർച്ചെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെയാണ് സമർപ്പണ ചടങ്ങ് ആരംഭിച്ചത്. ഹോമപൂജകൾക്ക് ബ്രഹ്മശ്രീ പാലക്കാട്ടിലത്തെ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ ശിവപ്രസാദ് നമ്പൂതിരി, ഹരിപ്രസാദ് നമ്പൂതിരി, ശ്രീപ്രസാദ് നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. സമർപ്പണ ചടങ്ങിൽ നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷം വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KA ചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു. മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് KBK വാസുകി വിശിഷ്ടാതിഥിയായിരുന്നു. വ്യക്തികളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സ്വയം ദൈവത്തിന് സമർപ്പിക്കലാണെന്ന് ജസ്റ്റിസ് KBK വാസുകി അഭിപ്രായപ്പെട്ടു. ദൈവവിശ്വാസമാണ് ശക്തിയിലേക്കുള്ള മാർഗം. ലോകത്തെ ഏറ്റവും വലിയ ശ്രീചക്ര മഹാമേരു സാർവത്രികമായി ശക്തി പകരുന്നതാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജനതയ്ക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും അവർ വ്യക്തമാക്കി. പ്രശസ്ത എഴുത്തുകാരൻ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. കോയമ്പത്തൂർ അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് KK രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് VP പ്രഭാകരൻ, മുൻ മന്ത്രി VC കബീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. യോഗക്ഷേമ സഭ യുവജന വിഭാഗം മുൻ സംസ്ഥാന പ്രസിഡന്റ് ചേനാട് വാസുദേവൻ നമ്പൂതിരി, KG വേണുഗോപാൽ, അഡ്വക്കേറ്റ് MP നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. 10 അടി ഉയരത്തിലുള്ളതാണ് ചെമ്പിൽ നിർമ്മിച്ച ശ്രീചക്ര മഹാമേരു. ശ്രീചക്രത്തിന്റെ രൂപഘടന മഹാമേരുവിന്റെ രൂപത്തോട് സാദൃശ്യമാണ്. ഒരു തവണ ശ്രീചക്ര ദർശനം 100 യജ്ഞങ്ങളുടെ ഫലത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. സമർപ്പണത്തിന്റെ ഭാഗമായി 3 ദിവസം പാലക്കാടിലെത്തി വിവിധ പൂജാതി കർമ്മങ്ങളും സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സുവർണ ജൂബിലിയുടെ ഭാഗമായുള്ള റെസിഡൻസ് അസോസിയേഷൻ കലോത്സവം ജനുവരി 19 നടക്കും. ഞായറാഴ്ച സിനിമാ താരം സുധീഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ടൗൺ ഹാൾ, മോഡൽ ഹൈസ്കൂൾ, ട്രെയിനിംഗ് കോളേജ് എന്നിവിടങ്ങളിലെ 4 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരേ വെന്യൂവിൽ വെച്ച് നടത്താൻ പറ്റില്ല. അപ്പം ടൗൺ ഹാളിന്റെ പരിസരത്തുള്ള 4 വേദികളാകുമ്പോൾ സൗകര്യമാണല്ലോ. അതുകൊണ്ടാണ് ടൗൺ ഹാളും മോഡൽ ഹൈസ്കൂളിൽ 2 വേദി, പിന്നെ ട്രെയിനിങ് കോളേജിൽ 1 വേദി, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷൻ കലോത്സവം നടക്കുന്ന വേദികൾ സാംസ്കാരിക പ്രവർത്തകരായ ഗിരീഷ് പുത്തഞ്ചേരി, KT മുഹമ്മദ്, ബാലൻ K നായർ, കോഴിക്കോട് ശാന്താദേവി എന്നിവരുടെ പേരുകളിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വാർഡ് തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ച ഇനങ്ങളാണ് കോർപ്പറേഷൻ തലത്തിൽ മാറ്റുരയ്ക്കുന്നത്. 1500ഓളം പേർ മത്സരങ്ങളിൽ പങ്കെടുക്കും. രാവിലെ 9 മണി മുതൽ വിവിധ വേദികളിൽ മത്സരങ്ങൾ ആരംഭിക്കും. പ്രശസ്ത സിനിമാ താരം സുധീഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മേയർ AK പ്രേമജം അധ്യക്ഷയാകുന്ന ചടങ്ങിൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കക്ഷി നേതാക്കൾ, സെക്രട്ടറി തുടങ്ങിയവരും സംബന്ധിക്കും. മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ 25ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പ്രേം നസീർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള പരിപാടികൾക്ക് തുടക്കമായി. ടൗൺ ഹാളിൽ ലത്തീഫ് ആനക്കുഴിക്കരയുടെ ശേഖരത്തിലുള്ള നസീർ ഫോട്ടോകളുടെ പ്രദർശനം സിനിമാ നാടക പ്രവർത്തകൻ T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. താരങ്ങൾ ഒത്തിരി വന്നുപോയിട്ടും താരങ്ങളുടെ താരമായി നിത്യഹരിത നായകനായി ആ പേര് ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് പ്രേം നസീർ. 1/4 നൂറ്റാണ്ട് മുൻപ് ജീവിതത്തിരിശിയിലേക്ക് പിന്നിൽ മറിഞ്ഞിട്ടും പ്രേം നസീർ എന്ന പേര് സിനിമാ പ്രേമികളുടെ ഓർമ്മത്തിരയിൽ മായാതെ നിൽക്കുന്നു. 1989 ജനുവരി 16 വിട പറഞ്ഞ പ്രേം നസീറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി നഗരം തടിച്ചുകൂടി. പാട്ടുകൾ പാടിയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചും ചോദ്യോത്തരങ്ങൾ കൈമാറിയും പ്രേം നസീർ ഓർമ്മ ഒരിക്കൽ കൂടി നിത്യഹരിതമാക്കി. ചിറയൻകീഴിലെ തറവാട്ടുമുറ്റത്തു നിന്ന് സിനിമകൾ പൂക്കുന്ന മദിരാശിയിലേക്ക് വണ്ടി കയറിയ അബ്ദുൽ ഖാദർ എന്ന 22കാരൻ പ്രേം നസീർ എന്ന നിത്യവിസ്മയമായി മാറിയ കാലത്തിലൂടെയുള്ള സഞ്ചാരമാണ് പ്രേം നസീർ സാംസ്കാരിക വേദി 25ാം ചരമവാർഷികത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരുക്കിയത്. 3 നാൾ നീളുന്നതായിരുന്നു പരിപാടി. ആദ്യം പുറത്തിറങ്ങിയ വിശപ്പിന്റെ വിളി മുതൽ അവസാന ചിത്രമായ ധ്വനി വരെയുള്ള
ചലച്ചിത്ര സഞ്ചാരത്തിന്റെ ഫോട്ടോ പ്രദർശനമാണ് ഏറെ ശ്രദ്ധേയമായത്. തുടർന്ന് അനുസ്മരണ പരിപാടിയും ക്വിസ് മത്സരവും പഞ്ചവടി എന്ന ചിത്രത്തിന്റെ പ്രദർശനവും നടന്നു. പ്രേം നസീർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രേം നസീർ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായുള്ള ചിത്ര പ്രദർശനം നടൻ ടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നസീർ സാറിനെ ഞാൻ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ കാണുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ടി ദിവാകരൻ അധ്യക്ഷനായിരുന്നു. എം കെ ശ്രീധരൻ നായർ, ടി കെ അസീസ്, ടി രഘുനാഥ്, പി ഷാജി എന്നിവർ സംസാരിച്ചു. 100 വർഷത്തിലെത്തി നിൽക്കുന്ന ഇന്ത്യൻ സിനിമാ ചരിത്രത്തെപ്പറ്റി ക്വിസ് മത്സരവും ടൗൺ ഹാൾ പരിസരത്ത് ലത്തീഫ് ആനക്കുഴിക്കരയുടെ ശേഖരത്തിലുള്ള നസീർ ഫോട്ടോകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സാംസ്കാരിക വേദിയുടെ പുരസ്കാരം സംവിധായകൻ ശശികുമാറിന് സമ്മാനിക്കും. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. മഹാകവി കുമാരനാശാന്റെ സ്മരണ പുതുക്കി നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ സ്മരണാഞ്ജലി സ്നേഹഗായകൻ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ആശാന്റെ കാവ്യങ്ങളിലൂടെ എന്ന വിഷയത്തിൽ വടകര ഡയറ്റ് ലെക്ചറർ ഡോക്ടർ വാസുദേവൻ പഠന ക്ലാസ് എടുത്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാന്റെ ചരമദിനത്തിൽ നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ സ്മരണാഞ്ജലി സ്നേഹഗായകൻ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഫറോക്ക് AEO KM കൃഷ്ണകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ ഭാഗത്ത് കുമാരനാശാന്റെ പ്രധാനപ്പെട്ട പുസ്തകത്തിൽ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. ഓക്കെ, PTA പ്രസിഡന്റ് N അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. HM ഫോറം കൺവീനർ PC രാജൻ, ഫറോക്ക് സബ് ജില്ലാ വിദ്യാരംഗം കൺവീനർ രാമാദേവി, പ്രധാന അധ്യാപിക JCB മറ്റം, വിദ്യാരംഗം കൺവീനർ K മിനി എന്നിവർ സംസാരിച്ചു. വടകര ഡയറ്റ് ലെക്ചറർ ഡോക്ടർ KS വാസുദേവൻ പഠന ക്ലാസ് എടുത്തു. സംഗീത ശില്പം, ആശാൻ കവിതാലാപനം, ആശാൻ കൃതികളുടെ ചിത്രപ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു. നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാനും യുക്തിചിന്തയും ശാസ്ത്രബോധവും ഇല്ലാതാക്കുന്ന ശക്തികൾക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്ത് നവോത്ഥാന സംഗമം ശ്രദ്ധേയമായി. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് നവോത്ഥാന സംഗമം നടന്നത്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നവോത്ഥാന സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാനം 19ാം നൂറ്റാണ്ടിൽ മാത്രം ഇന്ത്യയിൽ ഉണ്ടായതല്ലെന്നും നവോത്ഥാനത്തിനായുള്ള ശ്രമങ്ങൾ ഇന്ത്യ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും ദൃശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവശക്തിയെ നിഷേധിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ടു പോകാനാകില്ല. വൈദിക മതത്തിന്റെ സംസ്കാരമല്ല ഇന്ത്യയുടേത്. യജ്ഞ സംസ്കാരത്തെ ഉപനിഷത്തുകൾ തന്നെ എതിർത്തിട്ടുണ്ട്. കോർപ്പറേറ്റുകളാകുന്ന ഭസ്മാസന്മാർക്കെതിരെയുള്ള യജ്ഞമാണ് ഇപ്പോഴുണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ആ കർമ്മകാണ്ഡത്തെ നിഷേധിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ബുദ്ധനും മഹാവീരനും എല്ലാം തന്നെ തുടങ്ങിയത് അതിനെതിരായിട്ടുള്ള യജ്ഞകാണ്ഡത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മളിവിടെ നടത്തുന്നത് പോലുള്ള ഒരു നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ബുദ്ധനും മറ്റും നടത്തിയിരുന്നത്. നമുക്കറിയാം. അന്ധവിശ്വാസങ്ങൾക്കെതിരെയായിരുന്നു സംഗമം. ഡോക്ടർ J പ്രസാദ് അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ KN ഗണേഷ്, പ്രൊഫസർ ധർമ്മരാജ് അഡാട്ട്, പ്രൊഫസർ NV മുരളി, പ്രൊഫസർ V കാർത്തികേയൻ നായർ, കവി PP ശ്രീധരനുണ്ണി, BT സുരേഷ്, AK രമേശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നവോത്ഥാന സംഗീത സഹായനം നടന്നു. ഉത്സവ വാർത്തകളിലേക്ക്. കൊയിലാണ്ടി നടേരി മൂച്ചിലോട്ട് നാഗകാളി അമ്മ ഭഗവതി ക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി പുലർച്ചെ ഗണപതി ഹോമം നടന്നു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും ഇളനീർ കുലവരവ്, ഗുരുതി, തിറ, ചെണ്ടമേളം, തായമ്പക, അന്നദാനം എന്നിവയും നടന്നു.
വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോഗോൺ www.jillavartagal.com. കേരളത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ പ്രഥമ ജില്ലാ സമ്മേളനം ഉപഭോക്തൃ സെമിനാറും ജനുവരി 19 ഞായറാഴ്ച ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ ജില്ലാ പ്രസിഡന്റ് AC മോഹനന്റെ അധ്യക്ഷതയിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്തൃ സെമിനാറിന്റെ ഉദ്ഘാടനം CFK സംസ്ഥാന ചെയർമാൻ KG വിജയകുമാരൻ നായർ നിർവഹിക്കും. ആതുര ശുശ്രൂഷ രംഗത്തെ നിറസാന്നിധ്യം ഡോക്ടർ A രാമനാഥനെ പൗരാവലി ആദരിക്കുന്നു. ജനുവരി 18 ശനിയാഴ്ച അളകാപുരി ഓഡിറ്റോറിയത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 6 പതിറ്റാണ്ടിലധികമായി കോഴിക്കോട് നഗരത്തിൽ സാധാരണക്കാരുടെ ആശ്രയമായി പ്രവർത്തിക്കുന്ന രാമനാഥ് നഴ്സിംഗ് ഹോം സാരഥിയാണ് ഡോക്ടർ A രാമനാഥൻ. മഹാത്മാ ദേശസേവ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും സംഘടിപ്പിച്ചു വരുന്ന ഹരിതാമൃതം 2014 ഫെബ്രുവരി 7 മുതൽ 11 വരെ വടകര ടൗൺ ഹാളിൽ വെച്ച് നടത്തും. സൂര്യകിരണത്തെ ഭക്ഷണമാക്കൂ, വിഷഭക്ഷണത്തെ ഒഴിവാക്കൂ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഭക്ഷ്യകൃഷിക്ക് പരിഗണന നൽകിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഹരിതാമൃതം 2014 നാടൻ നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമനെ ആദരിച്ചുകൊണ്ട് ഫെബ്രുവരി 7 ആരംഭിക്കും. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഓപ്പൺ എഡ്യൂക്കേഷൻ റിസോഴ്സ് യൂണിവേഴ്സിറ്റിയുടെ സ്വതന്ത്ര സൗജന്യ വിദ്യാഭ്യാസ പരിപാടിയായ വിക്കി അധ്യാപക പരിശീലനം ജനുവരി 22 മുതൽ 31 വരെ ഓൺലൈനിൽ ലഭ്യമാവുമെന്ന് വിക്കി പരിശീലകൻ സെബാസ്റ്റ്യൻ പനക്കൽ അറിയിച്ചു. ഓൺലൈൻ പരിചയമില്ലാത്തവർക്കായി മുഖാമുഖ വിശദീകരണവും സൗജന്യ അംഗത്വവും പ്രാഥമിക പരിശീലനവും നൽകാനായി ജനുവരി 18, 19, 20 തീയതികളിൽ ശില്പശാല നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി 8547928250 എന്ന നമ്പറിൽ വിളിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അണിമ എന്ന വനിതാ അഭിഭാഷക ഫേസ്ബുക്കിൽ എഴുതിയ അഭിപ്രായം എല്ലാ വനിതാ അഭിഭാഷകരെയും മ്ലേച്ഛമായി ചിത്രീകരിക്കുന്നതാണെന്ന് കോഴിക്കോട് ബാറിലെ വനിതാ അഭിഭാഷകർ. റോഡ് അപകടങ്ങളിൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിയുന്നതിന് പിന്നിലെ യഥാർത്ഥ പ്രതികൾ രക്ഷിതാക്കൾ. കുട്ടികളെ റോഡിലേക്ക് കയറിവിടുന്ന രക്ഷിതാക്കൾക്കെതിരെ നടപടി വേണം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമായ തൈപ്പൂയത്തോടനുബന്ധിച്ച് ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.